നമസ്കാരം. എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സമൂഹത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ ചാനൽ വഴി പുറം ലോകത്ത് അറിയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പോസിറ്റീവായും നെഗറ്റീവായും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ സംസ്ഥാനത്തെയും രാജ്യത്തെയും വിവിധ തൊഴിൽ വിഭാഗക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വ്യത്യസ്ത തോതിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാം പോസിറ്റീവ് ആകില്ല. ചിലത് നെഗറ്റീവായിരിക്കും, ചിലത് പോസിറ്റീവായിരിക്കും, ചിലത് കുറ്റപ്പെടുത്തലായിരിക്കും, ചിലത് അഴിമതിയായിരിക്കും, ചിലരുടെ പ്രശ്നങ്ങളായിരിക്കും. തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി തൊഴിലുറപ്പുകാരുടെ പ്രശ്നങ്ങൾ നമ്മൾ നിരവധി വീഡിയോ ചെയ്തു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ചെയ്തു. ജീവനക്കാരുടെ നിസ്സംഗതയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ചെയ്തു. ജീവനക്കാരുടെ അഴിമതിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ചെയ്തു, വീഡിയോ ചെയ്തു. അപ്പോഴാണ് അവസാനം ജീവനക്കാർ കാണിക്കുന്ന ചില കുഴപ്പങ്ങളും ചില തോന്നിയവാസങ്ങളും കുറച്ച് വരെ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്നവരെ ചിലപ്പോൾ കാണത്തുള്ളൂ. വിരലിൽ എണ്ണാവുന്നവരല്ല, പല പ്രാവശ്യം വിരൽ കൊണ്ട് എണ്ണണം. കുറച്ച് പേരുണ്ട്. അവർ പഞ്ചായത്തുകളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങൂല. അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും താല്പര്യമില്ല, മറ്റുള്ളവർക്ക് രാഷ്ട്രീയക്കാർക്കും താല്പര്യമില്ല. ഒരു അവിഹിത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് കുറേ പഞ്ചായത്ത് എഞ്ചിനീയർമാരും ഓവർസിയർമാരും മറ്റ് സ്റ്റാഫും എല്ലാം കൂടി ചില പഞ്ചായത്തുകൾ. അതിൻ്റെ കുഴപ്പങ്ങളുമുണ്ട്. അത് ഓഡിറ്റുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, സോഷ്യൽ ഓഡിറ്റുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ലോകായുക്ത കണ്ടുപിടിച്ചിട്ടുണ്ട്, ലോകായുക്തല്ല ഓംബുഡ്സ്മാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു മെസ്സേജ് നമ്മുടെ ഈ കഴിഞ്ഞ ജീവനക്കാരെക്കുറിച്ച് അവരുടെ കുൽസിത മാർഗങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോയുടെ തൊട്ട് താഴെ ഒരാൾ കമൻ്റ് ഇട്ടു, ഞങ്ങൾ ഇത് ലൈക്ക് ചെയ്യാത്തതുകൊണ്ടോ ഷെയർ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാത്തതുകൊണ്ടോ ആണോ ഞങ്ങളെ കുറ്റപ്പെടുത്തിയത്. ഞാൻ അങ്ങനെ പറയുന്നുണ്ട് വീഡിയോയിൽ, നിങ്ങളിതാരും മൈൻഡ് ചെയ്തില്ലല്ലോ. എന്നാൽ എല്ലാ തൊഴിലുറപ്പ് ജീവനക്കാരെയും പ്രത്യേകിച്ച് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നവരെ 2-3 ഓർഡറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉത്തരവുകൾ ചിലത് എല്ലാവരും പഠിക്കുന്നത് നന്നായിരിക്കും. സർക്കാരുകൾ ഉത്തരവുകൾ ഇറക്കുന്നത് കാലാകാലങ്ങളിലുള്ള നന്മയും തിന്മയും ശരിയും തെറ്റും മോശവും കുറവും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഉത്തരവുകൾ ഇറക്കുന്നത്. കറക്ഷണൽ മെഷേഴ്സാണ്. സർക്കാർ ഉത്തരവ് നമ്പർ RB 13/339/2022 തദ്ദേശ സ്വയംഭരണ വകുപ്പ് RB ബ്രാക്കറ്റിൽ 21/1/2023 ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 26/11/2024 സർക്കാർ ഉത്തരവ് നമ്പർ 132/DD/2/2023 തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഈ 2 ഓർഡറും സകല എഞ്ചിനീയർമാർ വായിക്കണം, സകല പൊതുജനങ്ങളും വായിക്കണം, സകല പഞ്ചായത്ത് പ്രസിഡന്റുമാരും വായിക്കണം, പഞ്ചായത്ത് സെക്രട്ടറിമാരും വായിക്കണം. ഈ ഓർഡറിൽ പറയുന്നുണ്ട്, സർക്കാർ ശമ്പളം വാങ്ങുന്ന അക്രഡിറ്റഡ് എഞ്ചിനീയർമാർ ഓവർസിയർമാർ കെട്ടിട നിർമ്മാണത്തിന് പ്ലാനുകൾ വരച്ച് കൊടുക്കരുത്. ഇനി അഥവാ നിങ്ങൾ വരച്ചു കൊടുത്താലും നിങ്ങളുടെ പേര് വയ്ക്കരുത്. വരച്ചു കൊടുക്കുന്നുണ്ടാവും, അതിപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും വരച്ചു കൊടുക്കും. പക്ഷേ നിങ്ങൾ ലൈസൻസ്ഡ് എഞ്ചിനീയർ ആണെന്നുള്ള പേര് വെച്ച് നിങ്ങൾ അപേക്ഷിക്കരുത്. അങ്ങനെ ആദ്യത്തെ ഉത്തരവിൽ ഇത് അപേക്ഷിക്കരുതെന്ന് പറയുന്നു, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അടുത്ത ഉത്തരവിൽ ഇങ്ങനെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അവരെ പഞ്ചായത്തിൽ അത്തരം കെട്ടിട നിർമ്മാണത്തിനുള്ള കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കരുത്, അനുമതി കൊടുക്കരുതെന്നും പറയുന്നു. ഈ 2 ഉത്തരവും വച്ചിട്ടാണ് മാഷേ എനിക്ക് ഈ തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്തത്. അതിൻ്റെ താഴെ വന്ന് കമൻ്റ് അടിക്കുമ്പോൾ അത് കമൻ്റ് അടിച്ചത് എഞ്ചിനീയർ ആണെങ്കിൽ ഓവർസിയർ ആണെങ്കിൽ ഈ ഉത്തരവുകൾ കൂടി വായിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുഭാഷിത ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം ചെയ്തത് നിങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ 5000-4600 വരുന്ന തൊഴിലുറപ്പുകാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം എന്ന വീഡിയോയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അപ്പോഴാണ് ഞങ്ങളുടെ റിസർച്ച് ടീം കണ്ടെത്തിയത് ഇവർ അത്ര ശുദ്ധന്മാരും പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരും പാല് മാത്രം കുടിക്കുന്നവരും അല്ല. ഇവർ കുറച്ച് കള്ളന്മാരും കൊള്ളക്കാരും അഴിമതിക്കാരുമുണ്ട്. ഞാൻ പഞ്ചായത്തുകളുടെ പേര് പറയണോ? എഞ്ചിനീയർമാരെ പേര് പറയണോ? ഓവർസിയർമാരെ പേര് പറയണോ? നിങ്ങളുടെ ജോലി പോകും ഈ ചാനൽ വഴി പറഞ്ഞതുകൊണ്ട്. ഞാനിത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ യൂട്യൂബർ അല്ല. ഞാൻ വീണ്ടും പല യൂട്യൂബുകളിലും പറയുന്നുണ്ട്, ഞാൻ സർക്കാരിൻ്റെ ജലവിഭവ വകുപ്പിൽ നിന്ന് റിട്ടയർ സർവീസിലിരുന്ന് 8-10 വർഷം സർക്കാരിൻ്റെ തന്നെ സർവീസിലിരുന്നിട്ടുള്ള ഡയറക്ടർ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ നിങ്ങളിന്ന് കിണർ റീചാർജ് എന്നൊക്കെ പറഞ്ഞ് തൊഴിലുറപ്പുകാർ ഒരു പദ്ധതി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ സ്റ്റേറ്റ് മാനേജറായപ്പോൾ ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിലുണ്ടായിരുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതും കൂടി ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യകൾ
കൊടുക്കുകയും കേരളത്തിലെ തൊഴിലുറപ്പ് എഞ്ചിനീയർമാരെ ഘട്ടം ഘട്ടമായി പരിശീലിപ്പിക്കുകയും ചെയ്ത ആളാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും എനിക്കെതിരെ കമൻ്റ് ഇടുമ്പോഴും ശ്രദ്ധിച്ചിടണം. ഞാൻ നിങ്ങളുടെ മിഷൻ ഡയറക്ടർമാർക്കടക്കമുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ സാങ്കേതികമായി കൊടുത്തിട്ടുള്ള ആളാണ്. ജനകീയാസൂത്രണ സമയത്ത് കേരളത്തിലാകെ നടന്ന് ക്ലാസ്സുകൾ എടുക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. കിലയിലും SIRDയിലും IMGയിലും തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 10-16 പുസ്തകം ഇതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. 2000 ലേഖനം എഴുതിയിട്ടുണ്ട്. ധാരാളം സാങ്കേതിക വിദ്യ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ, ഇതിപ്പോൾ എൻ്റെ യൂട്യൂബല്ല, നിങ്ങൾ മൺസൂൺ മീഡിയ എന്നൊരു യൂട്യൂബ് ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അന്ന് ഞാൻ ഡയറക്ടറായിരിക്കുമ്പോൾ ഇട്ടതാണ്. ആ യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ മഴയും വെള്ളവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വീഡിയോസ് ഇറങ്ങി വരും. അങ്ങനെ കേരളത്തിൽ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി ഞങ്ങളുടെ ഞങ്ങൾക്ക് കൃത്യമായ റിസർച്ച് ടീമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിരവധി സ്ഥാപനങ്ങളിൽ സയൻറ്റിസ്റ്റായിട്ടും ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിലും പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഗവേഷണം നടത്തും ഒരു വിഷയത്തെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇതാ 2 ഓർഡർ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇത് എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, നിങ്ങൾ ഇനിയും ഇത് തുടർന്നാൽ നിങ്ങളുടെ പേര് ഈ വീഡിയോയിലൂടെ പറയും. ഞങ്ങൾ തുടർന്നത് പറയും. ഞങ്ങൾ പഞ്ചായത്ത് പറയും, ജില്ല പറയും, പേര് പറയും. ഞങ്ങളെ സംബന്ധിച്ച് ഇത് കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ എഞ്ചിനീയറോടും ഞങ്ങൾക്ക് എതിർപ്പില്ല, ഓരോ ഓവർസിയറോടും എതിർപ്പില്ല, ഓരോ തൊഴിലുറപ്പ് പദ്ധതിയോടും ഞങ്ങൾക്ക് സ്നേഹക്കുറവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തൊഴിലുറപ്പുകാരുടെ പ്രശ്നങ്ങൾ 10-20 വീഡിയോ ചെയ്യത്തില്ലായിരുന്നല്ലോ. ഏത് ഏജൻസിയാണ്, ഏത് യൂട്യൂബാണ്, ഏത് ഡിജിറ്റൽ ചാനലാണ്, ഏത് ചാനലാണ്, ഏത് പത്രമാണ് ഒരു വിഷയത്തെക്കുറിച്ച് തുടർച്ചയായി വീഡിയോ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ലൈക്കും ഷെയറും കമൻറ്റും കിട്ടാൻ മാത്രമല്ല ഈ വിഷയത്തെ ഞങ്ങൾ സമീപിക്കുന്നത്. അതുകൊണ്ട് എഞ്ചിനീയർമാരെ, ഓവർസിയർമാരെ, പിന്നെ പ്രായം കൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഇളയതായിരിക്കും, വളരെ സ്നേഹബുദ്ധിയാണ് പറയുന്നു. നിങ്ങളുടെ ഇടയിൽ ചാരന്മാരും അഴിമതിക്കാരും കൊള്ളക്കാരും പൈസ അടിക്കുന്നവരും കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് സംഘടനയൊക്കെ ഉണ്ടല്ലോ. ഗോവിന്ദ മാഷ് അടക്കം പ്രസിഡന്റോ നേരത്തെ, ഇപ്പം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ്, നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു CPM-ൻ്റെ. നേരത്തെ ഗോവിന്ദ മാഷ് അടക്കം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് INTC യൂണിയൻ ഇപ്പോൾ ഉണ്ടാക്കിയല്ലോ. INTCയുടെ പരിപാടി നിങ്ങൾ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മനെയും കൂടെ വെച്ച് ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ യൂണിയൻ്റെ ആളുകളും CIT-ക്കാരും INTC-ക്കാരും സാധാരണ തൊഴിലാളികളും എല്ലാവരും, സാധാരണ ഉദ്യോഗസ്ഥരും ഇത് മനസ്സിൽ വെച്ചോളൂ. അതുപോലെ തന്നെ JPC-മാരും മിഷൻ ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇത് മനസ്സിൽ വെച്ചോളൂ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കൃത്യമായി ഞാൻ വെച്ചോളൂ എന്ന് പറഞ്ഞ ഒരു ഭീഷണിയല്ല, ഞാൻ എൻ്റെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ അങ്ങ് പറയുന്നതാണ്. തീർച്ചയായും കൃത്യമായി നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ഡേറ്റാ ബാങ്കിലേക്ക് നിങ്ങളുടെ പേര് വെച്ച് വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ജില്ലയുടെയും പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാരുടെയും ഓവർസിയർമാരുടെയും പേര് പറയിക്കരുത്. അത് ഭീഷണിയല്ല. ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പായസത്തിൽ ഒരു പാറ്റ വീണാൽ ആ പാറ്റയെടുത്ത് കളയും. വീഴാനായി പാറ്റ വരികയാണെങ്കിൽ പാറ്റയെ തടയും, ഈച്ചയെ തടയും, ഉറുമ്പിനെ തടയും. എന്തായാലും ഇതിൽ വിഷം കലരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഒന്നിനും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഓർഡറുകൾ പറഞ്ഞു തന്നു, നിങ്ങൾ വായിക്കുക, പ്രചരിപ്പിക്കുക, അതിൽ നിന്ന് കൈയെടുത്തേക്കുക.